മഴക്കെടുതി മൂലം സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുട്ടനാട്ടിലെ വിദ്യാർത്ഥികൾ. മഴക്കാലത്തിന്റെ തുടക്കത്തിലെ ഇതാണ് അവസ്ഥയെങ്കിൽ എങ്ങനെ പഠിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ഓൺലൈൻ ക്ലാസുകൾ വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. മഴക്കെടുതി മൂലം 4 ദിവസമായി കുട്ടനാട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴ കുറഞ്ഞെങ്കിലും കുട്ടനാട്ടിലെ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. 2-ാം തീയതി സ്കൂൾ തുറന്നതാ, 3-ആയി 4-ആയി, ഇന്നിപ്പോൾ 5-ാം തീയതിയായി, നാളെ 6-ാം തീയതിയായി. എന്ന് തുറക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല. ഓൺലൈൻ വിദ്യാഭ്യാസമെങ്കിലും കൊടുക്കണം ഈ കുഞ്ഞുങ്ങൾക്ക്, ഒരു തർക്കവുമില്ല. ശരത്, എന്താണ് കുട്ടനാട്ടിലെ സ്കൂളുകളുടെയൊക്കെ അവസ്ഥ? മഴ പെയ്തു, ഇന്നിപ്പോൾ സൂര്യൻ കുറച്ചുകൂടിയൊക്കെ തലനീട്ടി തുടങ്ങിയിട്ടുണ്ട്, വെയിൽ വന്നു. ഇന്നത്തോടുകൂടി വെള്ളം പൂർണ്ണമായി പറ്റിയാൽ നാളെ സ്കൂളിൽ തുടങ്ങുമോ? അരുൺകുമാർ, അതായത് കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞു വീഴുന്നില്ലെങ്കിലും വെള്ളം പൂർണ്ണമായി മാറിയെന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചമ്പക്കുളം സെന്റ് മേരീസ് HSSലാണ്. ഇവിടെയാണ് 83 കുടുംബങ്ങൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. അങ്ങനെ ഓരോ സ്കൂളുകളും ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പായും അല്ലെങ്കിൽ സ്കൂളുകളിൽ വെള്ളം കയറിയ പ്രതിസന്ധി, അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിൽ പോകാൻ കഴിയാതെ അല്ലെങ്കിൽ പഠനം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. ജൂൺ 2-നാണ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം നടന്നത്. ആലപ്പുഴയിൽ കുട്ടനാട്ടിൽ മാത്രം പ്രവേശനോത്സവം ഉണ്ടായിരുന്നില്ല. ഈ മഴക്കെടുതി മൂലം കുട്ടനാട്ടിൽ പ്രവേശനോത്സവം നടത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ 4 ദിവസമായി പ്രവേശനോത്സവം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടനാട്ടിലെ വിദ്യാർത്ഥികൾ എങ്ങനെ പഠിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഓൺലൈൻ ക്ലാസ്സെങ്കിലും നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാരും ഒപ്പം വിദ്യാർത്ഥികളും ഒക്കെ തന്നെ പങ്കുവെക്കുന്നത്. നിലവിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു തലമുറയെ ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഭരണവർഗം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷിയെ നശിപ്പിച്ചു, ഇനി വിദ്യാഭ്യാസത്തെ നശിപ്പിച്ചാൽ അടുത്ത തലമുറയെ കൂടി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് കുട്ടനാട്ടുകാരുടെ അവസ്ഥ. അതായത് അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് തോടുകൾക്കും കനാലുകൾക്കും ആഴം കൂട്ടുന്നതടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കമ്മീഷൻ ലഭിക്കുന്ന ചില AC റോഡ് പോലെയുള്ള കുട്ടനാട്ടിനെ നശിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുക വഴി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം. ഞാൻ ഒരു നിമിഷം ശരത്ത് തിരിച്ചു വരാം. ഇപ്പോൾ കുട്ടനാട് MLA തോമസ് കെ തോമസ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം തോമസ് കെ തോമസ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, MLA, നമ്മുടെ ഈ കുട്ടനാട്ടിലെ കുട്ടികളുടെ പ്രശ്നം എങ്ങനെയൊന്ന് പരിഹരിക്കുക? അവർക്ക് ഓൺലൈൻ ക്ലാസ് എങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ 3 ദിവസത്തെ ക്ലാസ് അവർക്ക് നഷ്ടപ്പെട്ടു. ഇല്ല, അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. കാരണം കുട്ടനാട്ടിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഴക്കുന്ന് വെള്ളം ഒടിഞ്ഞാലും കുട്ടനാട്ടിലെ വെള്ളം താഴത്തില്ല. കാരണം കുട്ടനാട്ടിലോട്ട് വെള്ളം വന്നടിക്കുക. പ്രത്യേകിച്ചും കൈനകരി, ചമ്പക്കുളം, നെടുമുടി ഭാഗത്ത് സ്കൂളുകൾക്കൊക്കെ പറ്റുന്ന പ്രശ്നം, അവിടെ വെള്ളം ഇറങ്ങിക്കിട്ടാനായിട്ട് പണ്ട് മുതലേ കാരണം ടൈം എടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് 1-2 ദിവസം കൂടെ നീട്ടണമെന്ന് ഞാൻ കളക്ടറോട് റിക്വസ്റ്റ് ചെയ്ത്. ആ സമയത്ത് അവർക്ക് ഈ ഓൺലൈൻ ക്ലാസ് കൊടുക്കാനൊന്ന് MLA ഇടപെട്ടിട്ടുണ്ട്. ഞാനത് കളക്ടറോടും അതിന് വേണ്ടപ്പെട്ട അധികാരികളോടും പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം കഴിഞ്ഞ 2 ദിവസം കളക്ടറേറ്റ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അലക്സ് ഓറീസ് അതിന് നല്ല കേപ്പബിൾ ആയിട്ടുള്ളൊരു കളക്ടറാണ്. എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ, കാരണം ഞാൻ ഓരോ ക്യാമ്പുകൾ സന്ദർശിക്കുമ്പോഴും അവിടുത്തെ ആ സിസ്റ്റമാറ്റിക് വേയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി എനിക്ക്. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്ലാസിന്റെ കാര്യത്തിൽ കിട്ടാത്ത ഏതെങ്കിലും സ്കൂളുകൾ ഉണ്ടെങ്കിൽ അത് MLA ഒന്ന് ഉറപ്പാക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇന്ന് രാവിലെ മീറ്റിംഗ് ഉണ്ട്, തീർച്ചയായിട്ടും ചെയ്യും. ഓക്കെ, താങ്ക് യു. MLA അതിനകത്ത് ഇടപെടും എന്ന് പറയുന്നത്.